ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസ് ആക്ടിവിറ്റികളെ ഏതൊക്കെ രീതിയിൽ നമുക്ക് തരംതിരിക്കാം, ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എന്താണ് ബിസിനസ്, ബിസിനസ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ബിസിനസ് റിസ്ക് എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ്. ലാഭത്തിന് വേണ്ടി സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിനെ ബിസിനസ് എന്ന് പറയുന്നു. ബിസിനസ് നടത്തുന്ന ആളിനെ ബിസിനസ് മാൻ എന്ന് പറയും. ബിസിനസ് മാൻ്റെ ഇൻകം എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചെല്ലാം നല്ലപോലെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബിസിനസ്സിനെ ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. സോ the business activities can be classified into two types. First one is called industry and the second one is called commerce. അപ്പോൾ ബിസിനസ് ആക്ടിവിറ്റികളെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വ്യവസായം. രണ്ട് കൊമേഴ്സ് എന്ന് പറയുന്നത് വാണിജ്യം. അങ്ങനെ രണ്ടായിട്ടാണ് ബിസിനസ് ആക്ടിവിറ്റികളെ തരംതിരിക്കുന്നത്. ദെൻ ദ ഇൻഡസ്ട്രി ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു ത്രീ ടൈപ്സ്. First one is called primary industry, second one is called secondary industry and third one is called tertiary industry. ഇൻഡസ്ട്രിയെ വീണ്ടും മൂന്നായിട്ട് സബ്ഡിവൈഡ് ചെയ്യും. ഒന്ന് പ്രൈമറി ഇൻഡസ്ട്രി, പ്രാഥമിക വ്യവസായം. രണ്ട് സെക്കൻഡറി ഇൻഡസ്ട്രി, ദ്വിതീയ വ്യവസായം. തേർഡ് ടെർഷ്യറി ഇൻഡസ്ട്രി, തൃതീയ വ്യവസായം. എന്നിങ്ങനെ ഇൻഡസ്ട്രിയെ വീണ്ടും മൂന്നായിട്ട് തരംതിരിക്കും. കൊമേഴ്സിനെയും നമ്മൾ ഇതുപോലെ തന്നെ രണ്ടായിട്ട് തരംതിരിക്കും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദ ബിസിനസ് ആക്ടിവിറ്റീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ടു ടൈപ്സ്. ഫസ്റ്റ് വൺ ഈസ് കാൾഡ് ഇൻഡസ്ട്രി ആൻഡ് സെക്കൻഡ് വൺ ഈസ് കാൾഡ് കൊമേഴ്സ്. വാട്ട് ഈസ് ഇൻഡസ്ട്രി? എന്താണ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ വ്യവസായം? നിങ്ങൾ തന്നെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഒട്ടനവധി വ്യവസായങ്ങളും മറ്റുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇല്ലേ? കയർ വ്യവസായം, അതുപോലെ തന്നെ കുടിൽ വ്യവസായം, അങ്ങനെ ഒട്ടനവധി വ്യവസായങ്ങളും മറ്റുമൊക്കെ പണ്ട് മുതലേ തന്നെ നമ്മുടെ രാജ്യത്തിലും മറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് വ്യവസായം എന്ന് പറയുന്നത്? ഇൻഡസ്ട്രി റെഫേഴ്സ് ടു എക്കോണമിക് ആക്ടിവിറ്റീസ് വിച്ച് ആർ കണക്റ്റഡ് വിത്ത് കൺവേർഷൻ ഓഫ് റിസോഴ്സസ് ഇൻറ്റു യൂസ്ഫുൾ ഗുഡ്സ്. അപ്പോൾ ഇൻഡസ്ട്രി റെഫേഴ്സ് ടു എക്കോണമിക് ആക്ടിവിറ്റീസ്. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എക്കോണമിക് ആക്ടിവിറ്റിയാണ്. വിച്ച് ആർ കണക്റ്റഡ് വിത്ത്, ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു, കൺവേർഷൻ ഓഫ് റിസോഴ്സസ് ഇൻറ്റു യൂസ്ഫുൾ ഗുഡ്സ്. അതായത് റിസോഴ്സ്, വിഭവങ്ങളെ കൺവെർട്ട് ചെയ്ത് മാറ്റി യൂസ്ഫുൾ ഗുഡ്സ്, ഉപകാരപ്രദമാകുന്ന പ്രോഡക്റ്റാക്കി മാറ്റുന്ന ആക്ടിവിറ്റികളെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ഇൻഡസ്ട്രി. ഒന്നുകൂടി പറയാം, കൺവേർഷൻ ഓഫ് റിസോഴ്സസ് ഇൻറ്റു യൂസ്ഫുൾ ഗുഡ്സ്. അപ്പോൾ ഉപകാരപ്രദമാകുന്ന സാധനങ്ങളിലാക്കി റിസോഴ്സുകളെ, വിഭവങ്ങളെ മാറ്റുന്ന പ്രവർത്തനങ്ങളെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ഇൻഡസ്ട്രി എന്ന് പറയും. നിങ്ങളൊരു കാര്യം ഓർക്കുക, ഒരു ഉദാഹരണത്തിൽ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഈ ലോകത്തെന്ന് പറഞ്ഞാൽ പല തരം ബിസിനസ്സുകളൊക്കെ ഉണ്ട് അല്ലേ? അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. പല തരത്തിലുള്ള പല ടൈപ്പ് ബിസിനസ്സുകളും മറ്റുമുണ്ട്. അപ്പോൾ അതിൽ ഒരേ സ്വഭാവത്തിലുള്ള ബിസിനസ്സുകളെ ഒരുമിച്ച് പറയുന്ന പേരാണ് ഇൻഡസ്ട്രി. ഒരേ സ്വഭാവത്തിലുള്ള ബിസിനസ്സുകളെ ഒരുമിച്ച് പറയുന്ന പേരാണ് ഇൻഡസ്ട്രി. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സിമൻറ്റ് ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്. പലവരും സിമൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങളും മറ്റുമുണ്ട് ഇല്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അതേപോലെ തന്നെ രാംകോ സിമൻറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. മലബാർ സിമൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ പല രീതിയിൽ സിമൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ അവർ നടത്തുന്നത് ഇൻഡിവിജ്വലായിട്ട് നടത്തുകയാണെങ്കിൽ അതിനെ അവർ നടത്തുന്നത് സിമൻറ്റ് ബിസിനസ്സാണെന്ന് പറയാം. രാംകോ സിമൻറ്റ് ആണെങ്കിൽ സിമൻറ്റ് ബിസിനസ് അവർ നടത്തുന്നു. അതുപോലെ തന്നെ മറ്റൊരു സ്ഥാപനമാണെങ്കിൽ അവർ സിമൻറ്റ് ബിസിനസ് നടത്തുന്നു. പക്ഷേ ഇന്ത്യയിൽ സിമൻറ്റ് ബിസിനസ് നടത്തുന്ന ഈ മേഖലയെ ഒരുമിച്ച് പറയുന്ന പേരാണ് സിമൻറ്റ് ഇൻഡസ്ട്രി. അപ്പോൾ സിമൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സിമൻറ്റ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റികളെയും ഒരുമിച്ച് പറയുന്ന ഒരു പേരാണ് സിമൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറയും. അപ്പോൾ എന്താ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി?
ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഒട്ടനവധി ആൾക്കാർ ആ ടെക്സ്റ്റൈൽ, ഈ തുണിയും അതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകളും മറ്റും നടത്തുന്നുണ്ട്. അപ്പോൾ അവർ ആ ഇൻഡിവിജ്വലൊക്കെ ആയിട്ട് പറഞ്ഞാൽ അവർ നടത്തുന്നത് ടെക്സ്റ്റൈൽ ബിസിനസ്സൊക്കെ ആയിരിക്കാം. പക്ഷേ ഇന്ത്യയിൽ ടെക്സ്റ്റൈൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ഒരുമിച്ച് പറയുന്ന പേരാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അതേപോലെ തന്നെ നിങ്ങൾ ഓർത്ത് നോക്കുക, ഒട്ടനവധി ഇൻഡസ്ട്രീസ് ഇവിടെയുണ്ട് അല്ലേ. അതായത് എക്സാമ്പിൾ പറയുകയാണ് ടൂറിസം ഇൻഡസ്ട്രി. ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്തുവാ, ടൂറിസവുമായിട്ട് റിലേറ്റ് ചെയ്ത് പല ആൾക്കാരും പല ബിസിനസ്സുകളും മറ്റുമൊക്കെ നടത്തുന്നുണ്ട്. അത് അവർ നടത്തുന്നത് അവർ ബിസിനസ്സായിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷേ ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റികളെയും മൊത്തത്തിൽ പറയുന്ന പേരാണ് ടൂറിസം ഇൻഡസ്ട്രി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഏതൊക്കെ തരം ഇൻഡസ്ട്രികളൊക്കെ ഉണ്ടെന്ന് ഒന്ന് ന്യൂസ് പേപ്പറും മറ്റുമൊക്കെ വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രി ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ എന്തുവാ, ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മൊത്തം ബിസിനസ്സുകളെയും മൊത്തം കാര്യങ്ങളെയും ചേർത്താണ് ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുക. ബാങ്കിങ് ഇൻഡസ്ട്രി ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ഇൻഡസ്ട്രികളുണ്ട്. അപ്പോൾ ഒരേ നേച്ചറിലുള്ള ബിസിനസ് നടത്തുന്ന മേഖലകളെ പറയുന്ന പേരാണ് ഇൻഡസ്ട്രി എന്ന് പറയാൻ പറ്റും. ദെൻ ഇൻഡസ്ട്രി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 3 ടൈപ്സ്. ഇൻഡസ്ട്രിയെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാൻ കഴിയും. ഫസ്റ്റ് വൺ ഈസ് കാൾഡ് പ്രൈമറി ഇൻഡസ്ട്രി, പ്രാഥമിക വ്യവസായം. സെക്കൻഡ് വൺ ഈസ് കാൾഡ് സെക്കൻഡറി ഇൻഡസ്ട്രി, ദ്വിതീയ വ്യവസായം. തേർഡ് വൺ ഈസ് കാൾഡ് ടെർഷ്യറി ഇൻഡസ്ട്രി, തൃതീയ വ്യവസായം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഡസ്ട്രി, വ്യവസായം എന്താണെന്ന് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തൊക്കെ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ കൂടുതലും എന്തായിരുന്നു, കുടിൽ വ്യവസായം, പിന്നെ കയർ വ്യവസായം, അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള ഇതൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളും മറ്റുമൊക്കെ വന്നു. അപ്പോൾ ഈ 2020 എന്താണ്, ടൂറിസം ഇൻഡസ്ട്രി, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി അല്ലേ, അതൊക്കെ വളരെ ബൂം പീരീഡാണ്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. എന്താണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി? ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്തുമായി, ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് മരുന്നുകളും ടാബ്ലറ്റുകളും ഉണ്ടാക്കുന്ന ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളും മറ്റുമൊക്കെ ഉണ്ട് അല്ലേ. നിങ്ങൾ തന്നെ പല ബിസിനസ് സ്ഥാപനങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ കേട്ടിട്ടും മറ്റുമൊക്കെ ഉണ്ട്. സിപ്ല എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, റാൻബാക്സി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, ഡോക്ടർ റെഡ്ഡീസ് എന്ന് പറയുന്ന, അവരെല്ലാം എന്താണ് ഇന്ത്യയിൽ ഇതേപോലെ ഈ മരുന്നുകൾ, നമുക്ക് വേണ്ട മരുന്നുകളും മറ്റുമൊക്കെ നിർമ്മിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളും മറ്റുമൊക്കെയാണ്. അപ്പോൾ ഈ ഫാർമസ്യൂട്ടിക്കലുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ളവരെ മൊത്തത്തിൽ മേഖലയെ മൊത്തത്തിൽ പറയുന്ന ഒരു പേരാണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് നമുക്ക് പറയാം. അപ്പോൾ എല്ലാവർക്കും ഈ ഇൻഡസ്ട്രി എന്താണെന്ന് കുറച്ചൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, ഇൻഡസ്ട്രിയെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാമെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് കാൾഡ് പ്രൈമറി ഇൻഡസ്ട്രി, പ്രാഥമിക വ്യവസായം. പ്രൈമറി ഇൻഡസ്ട്രീസ് ആർ ദോസ് ഇൻഡസ്ട്രീസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് എക്സ്ട്രാക്ഷൻ, പ്രൊഡക്ഷൻ ഓർ പ്രോസസ്സിംഗ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ പ്രാഥമിക വ്യവസായം. പ്രൈമറി ഇൻഡസ്ട്രീസ് ആർ ദോസ് ഇൻഡസ്ട്രീസ്, പ്രൈമറി വ്യവസായം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, ഇങ്ങനെയുള്ള വ്യവസായങ്ങളാണ്. വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ്, ഈ പ്രൈമറി ഇൻഡസ്ട്രീസ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റികളിലാണ് എൻഗേജ് ചെയ്തിരിക്കുന്നത്, ബന്ധപ്പെട്ടിരിക്കുന്നത്. ഏതൊക്കെയാണ്? എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഖനനം ചെയ്യുക അല്ലെങ്കിൽ കുഴിച്ചെടുക്കുക. പ്രൊഡക്ഷൻ, ഉൽപ്പാദിപ്പിക്കുക. ഓർ പ്രോസസ്സിങ്, അത് ഒരു പ്രക്രിയ തരംതിരിക്കുക, ആ രീതിയിലൊക്കെ ചെയ്യുക. ഏതൊക്കെയാണ് ചെയ്യുന്നത്? നാച്ചുറൽ റിസോഴ്സസ്, അപ്പം നമ്മുടെ പ്രകൃതി വിഭവങ്ങളും മറ്റുമൊക്കെ ഖനനം ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുകയോ ചെയ്താൽ ആ വ്യവസായങ്ങളെ പറയുന്ന പേരാണ് പ്രൈമറി ഇൻഡസ്ട്രി. അപ്പോൾ നിങ്ങൾ ഓർക്കുക, പ്രൈമറി ഇൻഡസ്ട്രി ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ നാച്ചുറൽ റിസോഴ്സ്, പ്രകൃതി വിഭവങ്ങളിൽ നിന്ന് അല്ലേ, നമ്മുടെ പ്രകൃതിയിൽ നിന്ന് എന്ത് കിട്ടുന്നു അത് വഴി ഉണ്ടാകുന്ന വ്യവസായങ്ങളെ പറയുന്ന പേരാണ് പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയാം. ഓക്കെ, അപ്പം പ്രൈമറി ഇൻഡസ്ട്രീസിന് എന്തെങ്കിലും ഉദാഹരണമൊക്കെ എങ്ങനെ പറയാൻ പറ്റുമോ? പറ്റും. എന്താണ്? കൃഷി, അതൊരു ഫാമിംഗ്, അതൊരു പ്രൈമറി ഇൻഡസ്ട്രിക്കകത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പറയാം. മൈനിങ് അല്ലേ, അതായത് ഈ എന്ത് ചെയ്യുക, ക്വാറികളിൽ നിന്ന് എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പാറയും മറ്റും പൊട്ടിക്കുന്നത് അല്ലേ, അത് നാച്ചുറൽ റിസോഴ്സാണ്, അതല്ലേ കിട്ടുന്നത്, അതൊരു പ്രൈമറി ഇൻഡസ്ട്രി ആയിട്ട് പറയാം. ഫിഷിംഗ് അല്ലേ, നമ്മുടെ ഒരു നാച്ചുറൽ റിസോഴ്സ് അല്ലേ, പ്രകൃതി വിഭവമാണ് അല്ലേ, അപ്പോൾ അതിൽ നിന്ന് മീൻ പിടിക്കുന്നു, അതും എന്താണ്? പ്രൈമറി ഇൻഡസ്ട്രീസ് എന്ന് പറയാം. അപ്പോൾ നാച്ചുറൽ റിസോഴ്സിൽ നിന്ന് എന്ത് കാര്യങ്ങൾ എക്സ്ട്രാക്റ്റ് ചെയ്താൽ, ഖനനം ചെയ്യുകയോ കുഴിച്ചെടുക്കുകയോ ചെയ്താലും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഉൽപ്പാദിപ്പിച്ചാലും, അല്ലെങ്കിൽ പ്രോസസ്സിങ് അത് ഒരു എന്ത് ചെയ്യുക പ്രക്രിയ വഴി എടുത്താലും, അപ്പോൾ അതിനെയൊക്കെ പറയുന്ന പേരാണ് പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയും. മനസ്സിലായോ? അടുത്തത്
പ്രൈമറി ഇൻഡസ്ട്രീസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് ആൻഡ് ജെനറ്റിക് ഇൻഡസ്ട്രി. അപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രിയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. വീണ്ടും ഫസ്റ്റ് വണ്ണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി, അതായത് ഖനനം ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ കുഴിച്ചെടുക്കുന്ന വ്യവസായങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട വ്യവസായങ്ങൾ. രണ്ട്, ജെനറ്റിക് ഇൻഡസ്ട്രി. ജെനറ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ജനിതക വ്യവസായങ്ങൾ. ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് പ്രൈമറി ഇൻഡസ്ട്രീസിനെ ക്ലാസിഫൈ ചെയ്യാം. സോ നമ്മൾ പഠിച്ചു എന്താണ് പ്രൈമറി ഇൻഡസ്ട്രി എന്ന്. പ്രൈമറി ഇൻഡസ്ട്രീസിനെ രണ്ടായിട്ട് തിരിച്ചു. അതിലൊന്ന് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. Industries which are engaged in the activities of extraction of something from natural resources like timber from forest, fish from sea, minerals from under the earth are called extractive industries. അപ്പോൾ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, അതായത് ഭൂമിയിൽ നിന്ന് അല്ലേ നമ്മുടെ നാച്ചുറൽ റിസോഴ്സുകൾ എന്തെങ്കിലും കുഴിച്ചെടുക്കുകയോ ഖനനം ചെയ്യുകയോ ചെയ്യുന്ന വ്യവസായങ്ങളാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇൻഡസ്ട്രീസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ ദ ആക്ടിവിറ്റീസ്, അതായത് ഈ വ്യവസായങ്ങൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഏതാണ്? ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് സംതിങ് ഫ്രം നാച്ചുറൽ റിസോഴ്സ്, അതായത് പ്രകൃതി വിഭവങ്ങളിൽ നിന്ന് എക്സ്ട്രാക്ഷൻ ഓഫ് സംതിങ്, എന്തൊക്കെയോ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നു, വലിച്ചെടുക്കുക, ഖനനം ചെയ്യുക, അങ്ങനെ ചെയ്യുന്നതാണ് ഈ വ്യവസായങ്ങൾ. ലൈക്ക് ടിമ്പർ ഫ്രം ഫോറസ്റ്റ്, കാട്ടിൽ നിന്ന് തടി വെട്ടുകയാണെങ്കിൽ. ഫിഷ് ഫ്രം സീ, കടലിൽ നിന്നോ മറ്റുമൊക്കെ മീൻ പിടിക്കുകയാണെങ്കിൽ. മിനറൽസ് ഫ്രം അണ്ടർ ദി എർത്ത്, ഭൂമിക്കടിയിൽ നിന്ന് ധാതുക്കൾ കുഴിച്ചെടുക്കുകയാണെങ്കിൽ. ആർ കാൾഡ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ്. അപ്പം പ്രകൃതി വിഭവങ്ങൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ വ്യവസായങ്ങളേക്ക് നമുക്ക് ഏതിൽ ഉൾപ്പെടുത്താം? നമുക്ക് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് എടുക്കാം അല്ലേ. അപ്പോൾ അത് കടലിൽ നിന്നോ അതേപോലെ തന്നെ കായലിൽ നിന്നോ എവിടെ നിന്നോ മീൻ പിടിക്കുന്നതോ, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഭൂമിക്കടിയിൽ നിന്ന് മിനറൽസോ അല്ലെങ്കിൽ പെട്രോളിയം പ്രോഡക്ട്സോ മറ്റും കുഴിച്ചെടുക്കുന്നതോ, അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും അല്ലേ. അപ്പോൾ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രീസ് which are engaged in the activities of extraction of something from natural resources like timber from forest, fish from sea, minerals from under the earth are called extractive industries. ഇനി എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിൻ്റെ എക്സാമ്പിൾ കണ്ടോ? ഫാമിംഗ് അല്ലേ, നമ്മൾ കൃഷി. അതുപോലെ തന്നെ മൈനിങ്, നമ്മുടെ ഈ എന്ത് ചെയ്യുക, ഭൂമിയിൽ നിന്ന് ഓരോ സാധനങ്ങൾ പാറയും മറ്റും കുഴിച്ചെടുക്കുക അല്ലേ, അത് തന്നെ പാറ പൊട്ടിക്കുക അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഫിഷിംഗ്, മീൻപിടുത്തം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമുക്ക് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിൽ ഉൾപ്പെടുത്തുന്നത്. കണ്ടോ മൈനിങ്ങിൻ്റെ ഇത് ഫോട്ടോസും മറ്റുമൊക്കെ ഇതിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ സമുദ്രത്തിൽ നിന്ന് മീൻ പിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും മറ്റുമൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത്. നെക്സ്റ്റ് സെക്കൻഡ് പോയിൻ്റ്, ജെനറ്റിക് ഇൻഡസ്ട്രി. ജെനറ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ ജനിതക വ്യവസായം. ജെനറ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ ജെനറ്റിക് ഇൻഡസ്ട്രീസ് ആർ ദോസ് ഇൻഡസ്ട്രീസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് producing and multiplying of plants, rearing and breeding of animals and birds are called genetic industry. അപ്പോൾ ജെനറ്റിക് ഇൻഡസ്ട്രീസ് ആർ ദോസ് ഇൻഡസ്ട്രീസ്, ജനിതക വ്യവസായങ്ങൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ വ്യവസായങ്ങളാണ്. വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ്, ഈ ജനിതക വ്യവസായങ്ങൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്താണത്? പ്രൊഡ്യൂസിങ് ആൻഡ് മൾട്ടിപ്ലൈയിങ് ഓഫ് പ്ലാന്റ്സ്, സസ്യങ്ങളും മറ്റുമൊക്കെ ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ അത് ഇരട്ടിപ്പിക്കുക അല്ലേ, ഇരട്ടിപ്പിക്കുക, ഇതാക്കുക. അതായത് ഈ നമുക്ക് ബഡ്ഡിങ്, ഗ്രാഫ്റ്റിംഗ് ഇല്ലേ, അപ്പോൾ അതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുക. റിയറിങ് ആൻഡ് ബ്രീഡിങ് ഓഫ് അനിമൽസ് ആൻഡ് ബേർഡ്സ്, അതായത് മൃഗങ്ങളെയും പക്ഷികളെയും മറ്റുമൊക്കെ വളർത്തുക. ആർ കാൾഡ് ജെനറ്റിക് ഇൻഡസ്ട്രി. അപ്പോൾ ജനിതക വ്യവസായങ്ങളെന്ന് പറയുമ്പോൾ ആ സസ്യങ്ങളെ ഉൽപ്പാദിപ്പിച്ച് അല്ലെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അതേപോലെ തന്നെ മൃഗങ്ങളെയും പക്ഷികളെയും മറ്റുമൊക്കെ വളർത്തുക. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ജനിതക വ്യവസായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എക്സാമ്പിൾ പൗൾട്രി ഫാമിംഗ്, കോഴിയെ വളർത്തുന്നത്. അതുപോലെ തന്നെ ഡയറി ഫാമിംഗ്, പശുവിനെ വളർത്തുന്നത്. അതുപോലെ തന്നെ ഫിഷ് ഹാച്ചറി, കേട്ടിട്ടുണ്ടോ? മീൻ വളർത്തുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ. പിന്നെ ഉണ്ട് ബഡ്ഡിംഗ് ഉണ്ട്, ഗ്രാഫ്റ്റിംഗ് ഉണ്ട്, പിന്നെ പിസി കൾച്ചർ, സെറി കൾച്ചർ, അങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് പ്രധാനമായിട്ട് ജനിതക വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ജനിതക വ്യവസായത്തിൻ്റെ എക്സാമ്പിളിലുള്ള ഫോട്ടോ കണ്ടോ? ഡയറി ഫാമിംഗ് ഉണ്ട്, പശുവിനെ വളർത്തുന്നത് മറ്റുമൊക്കെ. പിന്നെ പൗൾട്രി ഫാമിംഗ്, കോഴിയെ വളർത്തുന്നത്, അങ്ങനെയുള്ള ഫോട്ടോസും മറ്റുമൊക്കെയാണ്. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ പ്രൈമറി ഇൻഡസ്ട്രി എന്താണെന്ന് പഠിച്ചു. പ്രൈമറി ഇൻഡസ്ട്രി രണ്ടായിട്ട് തിരിച്ചു. എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ഉണ്ട്, ജെനറ്റിക് ഇൻഡസ്ട്രി എന്താണെന്നും പഠിച്ചു. സെക്കൻഡറി ഇൻഡസ്ട്രി, ദ്വിതീയ വ്യവസായം. സെക്കൻഡറി ഇൻഡസ്ട്രീസ് ആർ കൺസേൺഡ് വിത്ത് the processing of materials
വിച്ച് ഹാവ് ഓൾറെഡി ബീൻ പ്രൊഡ്യൂസ്ഡ് അറ്റ് ദി പ്രൈമറി സ്റ്റേജ്. അപ്പോൾ സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വ്യവസായങ്ങളാണ്. എന്താണ്? വിത്ത് ദി പ്രോസസ്സിങ് ഓഫ് മെറ്റീരിയൽസിനെ പ്രോസസ്സ് ചെയ്യുന്നു. വിച്ച് ഹാവ് ഓൾറെഡി ബീൻ പ്രൊഡ്യൂസ്ഡ് അറ്റ് ദി പ്രൈമറി സ്റ്റേജ്. അപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രി വഴി കിട്ടുന്ന പ്രോഡക്റ്റുകളെ പ്രോസസ്സ് ചെയ്ത് വേറൊരു പ്രോഡക്റ്റാക്കി മാറ്റുന്ന ഒരു വ്യവസായങ്ങളെ പറയുന്ന പേരാണ് സെക്കൻഡറി ഇൻഡസ്ട്രി അല്ലെങ്കിൽ ദ്വിതീയ വ്യവസായം എന്ന് പറയും. അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കുക, പ്രൈമറി ഇൻഡസ്ട്രീസിൽ കിട്ടുന്ന ഫിനിഷ്ഡ് ഗുഡ്സാണ് സെക്കൻഡറി ഇൻഡസ്ട്രീസിൽ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? റോ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നത്. പ്രൈമറി ഇൻഡസ്ട്രീസിൽ കിട്ടുന്ന ഫിനിഷ്ഡ് ഗുഡ്സുകൾ സെക്കൻഡറി ഇൻഡസ്ട്രീസിൽ കൊണ്ടുവരുന്നു. ആ സാധനങ്ങളായിരിക്കും സെക്കൻഡറി ഇൻഡസ്ട്രീസിൽ വേറെ ചില പ്രോഡക്റ്റുകളാക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഏതിന് നിലനിൽപ്പുള്ളൂ? സെക്കൻഡറി ഇൻഡസ്ട്രീസിന് നിലനിൽപ്പുള്ളൂ. ആ ഒരു കാര്യം കൂടി നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. എന്നിട്ട് സെക്കൻഡറി ഇൻഡസ്ട്രീസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു, സെക്കൻഡറി ഇൻഡസ്ട്രീസിനെ നമുക്ക് തരംതിരിക്കാം മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. സെക്കൻഡറി ഇൻഡസ്ട്രീസ് പ്രധാനമായിട്ട് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയും ഉണ്ട്, രണ്ടാമത്തത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഉണ്ട്. അപ്പോൾ സെക്കൻഡറി ഇൻഡസ്ട്രി രണ്ട് രീതിയിലുണ്ട്. ഒന്ന് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, രണ്ട് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. ചെറിയൊരു ഉദാഹരണം പറഞ്ഞു തരാം. നമ്മൾ ഭൂമിക്കടിയിൽ നിന്ന് നമ്മൾ പെട്രോളിയം പ്രോഡക്ട്സ് അല്ലേ, ക്രൂഡ് ഓയിൽ നമ്മൾ എന്ത് ചെയ്യും? അസംസ്കൃത എണ്ണ നമ്മൾ എന്ത് ചെയ്യും? ആ പെട്രോളിയം പ്രോഡക്ട്സ് നമ്മൾ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കും. അപ്പോൾ അത് കുഴിച്ചെടുക്കുന്ന ഭൂമിക്കടിയിൽ നിന്ന് എടുക്കുന്നതാണെങ്കിൽ അത് എന്ത് ഇൻഡസ്ട്രിയാണ്? പ്രൈമറി ഇൻഡസ്ട്രിക്കകത്ത് വരുന്ന എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയാണ് അല്ലേ? ഭൂമിക്കടിയിൽ നിന്ന് പെട്രോളിയം പ്രോഡക്ട്സ് കുഴിച്ചെടുക്കുക. ഇനി ഈ സാധനം, ഈ പെട്രോളിയം പ്രോഡക്ട്സ് കുഴിച്ചെടുത്ത് കൊണ്ടുവരുന്നാൽ അത് സെക്കൻഡറി ഇൻഡസ്ട്രീസിൻ്റെ റോ മെറ്റീരിയലാണ്. അപ്പോൾ ഈ പെട്രോളിയം പ്രോഡക്ട്സ് കുഴിച്ചെടുത്ത് കൊണ്ടുവന്ന് അതിനെ റിഫൈൻ ചെയ്യുമ്പോൾ, ശുദ്ധീകരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് ബൈ പ്രോഡക്ട്സുകൾ കിട്ടുന്നുണ്ട് അല്ലേ? അതായത് ആ പെട്രോളിയം പ്രോഡക്ട്സിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെയാണ്? ഏവിയേഷൻ ഓയിൽ കിട്ടും, പിന്നെ പെട്രോൾ അതിൽ നിന്ന് വരും, പിന്നെ അതിൽ നിന്ന് കിട്ടുന്നത് ഡീസൽ അതിൽ നിന്ന് കിട്ടും അല്ലേ? അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് ശുചീകരിച്ച് എടുക്കുന്നുണ്ട്. അങ്ങനെ ശുചീകരിച്ചെടുക്കുന്നത് ഏത് വ്യവസായമാണ്? സെക്കൻഡറി വ്യവസായമാണ്. സെക്കൻഡറി വ്യവസായത്തിലാണ് അത് വരുന്നത്. അപ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് പെട്രോളിയം കുഴിച്ചെടുക്കുന്നത് അത് പ്രൈമറി ഇൻഡസ്ട്രിയാണ്. എങ്കിൽ ആ പെട്രോളിയം എന്ത് ചെയ്യുക? പല പ്രോസസ്സിലൂടെ ഇത് ഓരോന്നും റിഫൈൻ ചെയ്തെടുക്കുന്നത് ഏത് വ്യവസായമാണ്? സെക്കൻഡറി ഇൻഡസ്ട്രിയാണ്. ഓക്കെ, വേറെ ഒരു ചെറിയ ഉദാഹരണം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കാട്ടിലോ മറ്റോ ഒക്കെ പോയിട്ട് എന്ത് ചെയ്യുക? തടി വെട്ടുന്നു അല്ലേ? ടിമ്പർ ഫ്രം ഫോറസ്റ്റ് പഠിച്ചില്ലേ? കാട്ടിലോ മറ്റോ ഒക്കെ പോയിട്ട് നമ്മൾ തടിയോ മുളയോ മറ്റുമൊക്കെ വെട്ടുന്നു. അത് ഏത് വ്യവസായമാണ്? അത് പ്രൈമറി വ്യവസായമാണ്. ഇനി ആ മുളയോ തടിയോ കൊണ്ടുവന്നിട്ട് ഫാക്ടറിയിൽ കൊണ്ടുവന്നിട്ട് അതിനെ നല്ലപോലെ അരച്ച് എന്താക്കുന്നു? പേപ്പറാക്കി മാറ്റുന്നു. അതെന്ത് വ്യവസായമാണ്? അത് സെക്കൻഡറി വ്യവസായമാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, പ്രൈമറി ഇൻഡസ്ട്രീസിൽ കിട്ടുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിരിക്കാം സെക്കൻഡറി ഇൻഡസ്ട്രീസിൽ എന്തായി മാറുന്നത്? റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തുവായിട്ട് മാറുന്നത്. അതായത് പ്രൈമറി ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ മാത്രമേ ഏതിന് നിലനിൽപ്പുള്ളൂ? സെക്കൻഡറി ഇൻഡസ്ട്രീസിന് നിലനിൽപ്പുള്ളൂ. ഓക്കെ, അപ്പോൾ സെക്കൻഡറി ഇൻഡസ്ട്രി എന്താണെന്ന് പഠിച്ചു. സെക്കൻഡറി ഇൻഡസ്ട്രി രണ്ടായിട്ട് തരംതിരിക്കും. ഫസ്റ്റ് വൺ ഈസ് കാൾഡ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആൻഡ് സെക്കൻഡ് വൺ ഈസ് കാൾഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. ദെൻ ഫസ്റ്റ് വൺ ഈസ് കാൾഡ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. What is manufacturing industry? These are the industries which convert raw material into finished products. അപ്പോൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദി ഇൻഡസ്ട്രീസ്, ഇത്തരം വ്യവസായങ്ങൾ വിച്ച് കൺവേർട്ട് റോ മെറ്റീരിയൽ ഇൻറ്റു ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് പ്രോഡക്ട്സിലേക്ക് മാറ്റുന്ന വ്യവസായങ്ങളെ പറയുന്ന പേരാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അസംസ്കൃത വസ്തുക്കൾ, ഫിനിഷ്ഡ് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള അവസാനത്തെ ഫൈനൽ പ്രോഡക്ട്സ് അല്ലേ? അപ്പോൾ അതിലേക്ക് മാറ്റുന്ന വ്യവസായങ്ങളെ പറയുന്ന പേരാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറയും. ദീസ് ഇൻഡസ്ട്രീസ് ക്രിയേറ്റ്സ് ഫോം യൂട്ടിലിറ്റി. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഫോം യൂട്ടിലിറ്റി ഉണ്ടാക്കുന്നത് ഏത് ഇൻഡസ്ട്രിയാണ്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയാണ് ഫോം യൂട്ടിലിറ്റി. എന്താ ഫോം യൂട്ടിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടത്? ഒരു ഫോമിലുള്ള പ്രോഡക്റ്റിനെ വേറൊരു ഫോമിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന വ്യവസായമാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. സോ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ക്രിയേറ്റ്സ് ഫോം യൂട്ടിലിറ്റി. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആർ ഡിവൈഡഡ് ഇൻറ്റു. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ നാലായിട്ട് സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ സിന്തറ്റിക് ഇൻഡസ്ട്രി, സെക്കൻഡ് വൺ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി, തേർഡ് വൺ അനലിറ്റിക്കൽ ഇൻഡസ്ട്രി, ഫോർത്ത് വൺ അസംബ്ലിംഗ് ഇൻഡസ്ട്രി. അപ്പോൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ നാലായിട്ട് തരംതിരിക്കും. അപ്പോൾ നിങ്ങളിത് നല്ലപോലെ ഒന്നുകൂടി കേൾക്കണം. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് കൺവെർട്ട് ചെയ്യുക, മാറ്റുന്ന വ്യവസായമാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറയും. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഫോം യൂട്ടിലിറ്റിയാണ് ഉണ്ടാക്കുന്നത്.
മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി 4 ടൈപ്പാണുള്ളത്: സിന്തറ്റിക് ഇൻഡസ്ട്രി, പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി, അനലിറ്റിക്കൽ ഇൻഡസ്ട്രി ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. സിന്തറ്റിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഇൻഡസ്ട്രി അനലൈസസ് ആൻഡ് സെപ്പറേറ്റ്സ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഫ്രം ദി സെയിം മെറ്റീരിയൽസ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത്, നമുക്ക് ഏത് പഠിക്കാം? എക്സാമ്പിളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്തെന്നാൽ നമുക്ക് സിന്തറ്റിക് ഇൻഡസ്ട്രി എന്തെന്ന് നമുക്ക് ആദ്യം നോക്കാം. സിന്തറ്റിക് ഇൻഡസ്ട്രി പ്രധാനമായിട്ട് ചെയ്യുന്നത്, ദിസ് ഇൻഡസ്ട്രി കമ്പൈൻസ് വേരിയസ് ഇൻഗ്രീഡിയൻസ് ഇൻ ടു എ ന്യൂ പ്രോഡക്ട്സ്. അപ്പോൾ സിന്തറ്റിക് ഇൻഡസ്ട്രീസിൽ പല ഇൻഗ്രീഡിയൻസുകളെ, ചേരുവകളെ വെച്ച് ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതാണ് സിന്തറ്റിക് ഇൻഡസ്ട്രി. അതിന് ഉദാഹരണമാണ് സിമൻറ്റ് ഇൻഡസ്ട്രി. സിമൻറ്റ് ഉണ്ടാക്കുന്നത് പല ചേരുവകൾ വെച്ച് ഒരുമിപ്പിച്ചാണ് ഏതുണ്ടാക്കുന്നത്? സിമൻറ്റും മറ്റും നിർമ്മിക്കുന്നത്. അപ്പോൾ സിമൻറ്റ് ഇൻഡസ്ട്രി സിന്തറ്റിക് ഇൻഡസ്ട്രീസിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. സെക്കൻഡ്, പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. അതായത് ചില വ്യവസായങ്ങൾക്ക് ഒറ്റ ഉൽപ്പാദനം വഴിയോ മറ്റും എന്ത് ചെയ്യത്തില്ല, സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ പല സ്റ്റെപ്പ് ബൈ കഴിഞ്ഞാൽ മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്ന് പ്രധാനമായിട്ട് പറയുന്നത് എന്താണ്? ഇൻ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ദ റോ മെറ്റീരിയൽ ഈസ് പ്രോസസ്ഡ് ത്രൂ വേരിയസ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ. അല്ലേ? റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഈ അസംസ്കൃത വസ്തു പല സ്റ്റേജ് കഴിഞ്ഞ് പോയാൽ മാത്രമേ പ്രോഡക്റ്റായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, തുണി വ്യവസായം. അല്ലേ? അപ്പോൾ ഒറ്റ ഇതുകൊണ്ട് നമുക്ക് വേണ്ട ഡ്രസ്സോ മറ്റോ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അല്ലേ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ആ നൂല് ചെയ്യുക, അത് പിന്നെ അത് നല്ല രീതിയിൽ ചെയ്യുക, അതിൽ പിന്നെ ഡിസൈൻ ചെയ്യുക, കളറ് ചെയ്യുക, അങ്ങനെ പല പ്രോസസ്സ് കഴിഞ്ഞ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ടെക്സ്റ്റൈലായി, തുണിയായി മാറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പല പ്രോസസ്സുകൾ, പല സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ കഴിയുന്ന വ്യവസായങ്ങളാണ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിൽ വരുന്നത്. അനലിറ്റിക്കൽ ഇൻഡസ്ട്രി. എന്താണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ? അനലിറ്റിക്കൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഇൻഡസ്ട്രി അനലൈസസ് ആൻഡ് സെപ്പറേറ്റ്സ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഫ്രം ദി സെയിം മെറ്റീരിയൽ. ഒരു മെറ്റീരിയൽ നിന്ന് പല മെറ്റീരിയൽ സെപ്പറേറ്റ് ചെയ്തെടുക്കും. അതാണ് എന്താണ് ഇതിൽ പ്രധാനമായിട്ടും അനലിറ്റിക്കൽ ഇൻഡസ്ട്രി. അതിനൊരു ഉദാഹരണം നമുക്ക് പറയാം, ക്രൂഡ് ഓയിൽ പ്രോസസ്സിംഗ്. അല്ലേ? ഭൂമിക്കടിയിൽ നിന്ന് എന്ത് ചെയ്ത് പെട്രോളിയം പ്രോഡക്ട്സ് കുഴിച്ചെടുത്തു, അത് പ്രൈമറി ഇൻഡസ്ട്രിയാണ്. എന്നിട്ട് ഇത് സെക്കൻഡറി ഇൻഡസ്ട്രീസിൽ കൊണ്ടുവന്നിട്ട് ഇതിനെ എന്ത് ചെയ്യുന്നു? പല ഇതായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു, അനലൈസ് ചെയ്തു സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് സെപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഏവിയേഷൻ ഓയിൽ കിട്ടുന്നത്, ഒന്ന് പെട്രോൾ വേറൊന്ന് കിട്ടുന്നത്, പിന്നെ എന്താണ് ഡീസൽ കിട്ടുന്നത്, പിന്നെ നമുക്ക് മണ്ണെണ്ണ കിട്ടുന്നത്. അങ്ങനെ പലതായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് ഏത്? അനലിറ്റിക്കൽ ഇൻഡസ്ട്രി. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ക്രൂഡ് ഓയിൽ പ്രോസസ്സിങ്. ലാസ്റ്റ്, അസംബ്ലിംഗ് ഇൻഡസ്ട്രി. അസംബ്ലിംഗ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഇൻ അസംബ്ലിംഗ് ഇൻഡസ്ട്രി ദ വേരിയസ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആർ കമ്പൈൻഡ് ടു പ്രൊഡ്യൂസ് എ ന്യൂ പ്രോഡക്ട്സ്. അല്ലേ? അതായത് പല പല പ്രോഡക്ട്സുകൾ ഉണ്ടാക്കിയിട്ട് അതിനെ ഒരുമിപ്പിച്ച് ഒരു പ്രോഡക്റ്റാക്കി മാറ്റുന്നു. അതാണ് എന്ത് ചെയ്യുക? അസംബിൾ ചെയ്യുക, കൂട്ടിച്ചേർക്കുക. എക്സാമ്പിൾ കണ്ടോ? മാനുഫാക്ചറിങ് ഓഫ് കമ്പ്യൂട്ടർ. അല്ലേ? ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഒരു റോ മെറ്റീരിയൽ എടുത്ത് ഒരു മെഷീനിൽ ഇടുമ്പോൾ കമ്പ്യൂട്ടർ ആവുന്നോ? ഒരിക്കലുമില്ല. അല്ലേ? കമ്പ്യൂട്ടറിൻ്റെ പല ഭാഗങ്ങൾ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉൽപ്പാദിപ്പിക്കുന്നു. അല്ലേ? മോണിറ്റർ വേറെ, ചിലപ്പോൾ CPU വേറെ, അങ്ങനെ പല കാര്യങ്ങൾ വേറെ വേറെ ഉൽപ്പാദിപ്പിക്കുന്നു. അല്ലേ? റാം വേറെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ട് അത് ഒരുമിപ്പിച്ച് ചേർക്കുന്നു. അതാണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. അങ്ങനെയുള്ള വ്യവസായങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. അസംബ്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മാനുഫാക്ചറിങ് ഓഫ് എ കമ്പ്യൂട്ടർ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കാറിൻ്റെ തന്നെ പല പാർട്സുകൾ പല സ്ഥലത്തായിരിക്കും ഉൽപ്പാദിപ്പിക്കുന്നത്. അല്ലേ? ഗ്ലാസ് ഒരു സ്ഥലത്ത്, ടയർ ഒരു സ്ഥലത്ത്, കാറിൻ്റെ ബോഡി വേറൊരു സ്ഥലത്ത്. അല്ലേ? അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യുക? അവസാനം എല്ലാം കൂടി എന്ത് ചെയ്യുക? ഒരുമിപ്പിക്കും. ഒരുമിപ്പിക്കുന്ന വ്യവസായം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്? അസംബ്ലിംഗ് ഇൻഡസ്ട്രീസിൽ വരുന്നത്. സോ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്താണെന്ന് നമ്മൾ പഠിച്ചു. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് 4ആയിട്ട് തരംതിരിക്കും. ഒന്ന് സിന്തറ്റിക് ഇൻഡസ്ട്രി, പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി, അനലിറ്റിക്കൽ ഇൻഡസ്ട്രി ആൻഡ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൻ്റെ ചില പിക്ചേഴ്സാണ്. സാധനങ്ങൾ, ചില പ്രോഡക്ട്സ്, കാറ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്ട്സ് ഉണ്ട്. അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളും മറ്റുമൊക്കെയാണ് ഈ ഇതിലുള്ളത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി കഴിഞ്ഞിട്ട് അടുത്തത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ഈ വ്യവസായം. ഇൻഡസ്ട്രീസ് ദാറ്റ് ആർ എൻഗേജ്ഡ് ഇൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ്, റോഡ്സ്, കനാൽസ് ആർ നോൺ ആസ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്. അപ്പോൾ എന്താണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ? ബിൽഡിങ്ങും അല്ലെങ്കിൽ റോഡ്, ഡാമുകൾ, അത് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളെ പറയുന്ന പേരാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി.
നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ വീടിന് ചുറ്റളവിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യുക, ഫ്ലാറ്റുകൾ നിർമ്മിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീടുകൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അത് നിർമ്മിക്കുന്നതെല്ലാം അവർ ചെയ്യുന്നത് ബിസിനസ്സാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഈ മേഖലയെ മൊത്തത്തിൽ പറയുന്ന പേരാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് ദാറ്റ് ആർ എൻഗേജ്ഡ് ഇൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, റോഡ്, കനാൽസ് ആർ നോൺ ആസ് അല്ലേ. അപ്പോൾ റോഡും കനാലും ബിൽഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ മൊത്തത്തിൽ പറയുന്ന പേരാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയും. നെക്സ്റ്റ് ടെർഷ്യറി ഇൻഡസ്ട്രി. അപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രി എന്താണെന്ന് പഠിച്ചു. പ്രൈമറി ഇൻഡസ്ട്രി ഉണ്ടെങ്കിലേ പിന്നെ സെക്കൻഡറി ഇൻഡസ്ട്രി ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ പഠിച്ചു. സെക്കൻഡറി ഇൻഡസ്ട്രി പഠിച്ചു. സെക്കൻഡറി ഇൻഡസ്ട്രീസിൻ്റെ ടൈപ്സ് നമ്മൾ പഠിച്ചു. ഇനി നമ്മുടെ തേർഡ് ഇൻഡസ്ട്രിയെ പറയുന്ന പേരാണ് ടെർഷ്യറി, തൃതീയ വ്യവസായം. ദീസ് ആർ ഇൻഡസ്ട്രീസ് പ്രൊവൈഡിങ് സപ്പോർട്ട് സർവീസ് ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു ട്രേഡ്. അപ്പോൾ ഈ വ്യവസായം എന്ന് ടെർഷ്യറി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ഇൻഡസ്ട്രിക്കും സെക്കൻഡറി ഇൻഡസ്ട്രിക്കും സപ്പോർട്ട് സർവീസ് നൽകുന്ന ഇൻഡസ്ട്രികളെ പറയുന്ന പേരാണ് ടെർഷ്യറി ഇൻഡസ്ട്രി. ദീസ് ആർ ഇൻഡസ്ട്രീസ് പ്രൊവൈഡിങ് സപ്പോർട്ട് സർവീസ് ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രി. അപ്പോൾ പ്രൈമറി വ്യവസായത്തിനും സെക്കൻഡറി വ്യവസായത്തിനും സപ്പോർട്ട് സർവീസ് നൽകുന്ന വ്യവസായമാണ് ടെർഷ്യറി ഇൻഡസ്ട്രി. ആൻഡ് ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു ട്രേഡ്. അപ്പോൾ ട്രേഡ്, വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും സപ്പോർട്ട് നൽകുന്ന വ്യവസായമാണ് ടെർഷ്യറി ഇൻഡസ്ട്രി എന്ന് പറയും. ഇറ്റ് ഇൻക്ലൂഡ്. അപ്പോൾ ഈ ടെർഷ്യറി ഇൻഡസ്ട്രികൾ പ്രധാനമായിട്ടുമുള്ളത്, അപ്പോൾ ഇവർ നൽകുന്ന പ്രധാനമായിട്ടും എന്താണ് നൽകുന്നത്? ടെർഷ്യറി ഇൻഡസ്ട്രി പ്രധാനമായിട്ടും നൽകുന്നത്, മറന്നു പോകരുത്, സർവീസാണ്, സേവനങ്ങളാണ്. അവിടെ ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കുകയല്ല, പകരം എന്താണ്, സേവനങ്ങൾ നൽകുകയാണ് ആര് ചെയ്യുന്നത്? ടെർഷ്യറി ഇൻഡസ്ട്രി പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതിൻ്റെ ഉദാഹരണം എന്താണ്? ബാങ്കിങ്. അപ്പോൾ ബാങ്കിങ് ചെയ്യുന്ന ഇന്ത്യയിൽ ഒട്ടനവധി ബാങ്കുകൾ, ഒട്ടനവധി നമുക്ക് ലോണുകളും മറ്റുമൊക്കെ ബിസിനസ് തുടങ്ങാനും മറ്റുമൊക്കെ നൽകുന്നുണ്ട്. പല സഹായങ്ങളും മറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാങ്കുകൾ ചെയ്യുന്ന ആ മേഖലകളെ മൊത്തത്തിൽ നമുക്ക് പറയാം ബാങ്കിങ് ഇൻഡസ്ട്രി. അതുപോലെ തന്നെ ഇൻഷുറൻസ്, നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ചിലപ്പോൾ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടി ഇൻഷുറൻസ് ചെയ്യാം. അപ്പോൾ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്ഥാപനങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ ആ മേഖലയെ നമുക്ക് എന്ത് പറയാം? ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സേവനമായിട്ട് പറയാം. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രി, പിന്നെ കമ്മ്യൂണിക്കേഷൻ, പിന്നെ വെയർ ഹൗസിങ്. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളെയാണ് നമുക്ക് ഏതായിട്ട് ഉൾപ്പെടുത്തുന്നത്? ടെർഷ്യറി ഇൻഡസ്ട്രി. അപ്പോൾ മറന്നു പോകരുത്, ടെർഷ്യറി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ഇൻഡസ്ട്രിയെയും സെക്കൻഡറി ഇൻഡസ്ട്രിയെയും സപ്പോർട്ട് സർവീസ് നൽകുകയും അതുപോലെ തന്നെ ട്രേഡിനെ സഹായിക്കുകയും ചെയ്യുന്ന വ്യവസായങ്ങളാണ് ടെർഷ്യറി ഇൻഡസ്ട്രി. ഇറ്റ് ഇൻക്ലൂഡ്, ഇതിലെന്തൊക്കെയുണ്ട്? ബാങ്കിങ് ഇൻഡസ്ട്രി ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, വെയർ ഹൗസിംഗ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിനി വരുന്ന ചാപ്റ്ററുകളിലും മറ്റുമൊക്കെ നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾ ഈ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇൻഡസ്ട്രീസ് പ്രധാനമായിട്ട് നമ്മൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഇൻഡസ്ട്രീസ് പ്രധാനമായിട്ട് 3 രീതിയിലുണ്ട്: പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ടെർഷ്യറി ഇൻഡസ്ട്രി. പിന്നെ പ്രൈമറി ഇൻഡസ്ട്രി 2ആണ്, എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആൻഡ് ജെനറ്റിക് ഇൻഡസ്ട്രി. പിന്നെ നമ്മൾ പഠിച്ചു സെക്കൻഡറി ഇൻഡസ്ട്രി എന്താണെന്ന് പഠിച്ചു, അത് 2ആണ്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. പിന്നെ നമ്മൾ ടെർഷ്യറി ഇൻഡസ്ട്രി നമ്മളിന്ന് പഠിച്ചിരുന്നു. അപ്പോൾ ക്ലാസ് ഒന്നുകൂടി മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ഈ ക്ലാസ് കാണുക, എല്ലാവരും നോട്ടൊക്കെ എഴുതിയെടുക്കുക. പിന്നെ പത്രത്തിലും മറ്റുമൊക്കെ ഒന്ന് വായിച്ചിട്ട് നെറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഏതൊക്കെ തരം വ്യവസായങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്, ഏതൊക്കെയാണ് അത് പ്രൈമറി സെക്ടറിൽ വരുന്നത്, സെക്കൻഡറി സെക്ടറിൽ ഏതൊക്കെയാണ് വരുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.